എൻ്റെ പേര് മനോജ് കോമ്പാറ, കളമെഴുത്തുപാട്ട് എന്ന് അറിയപ്പെടും. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കളമെഴുത്തുപാട്ട്, തോറ്റംപാട്ട് നടക്കുന്നത്. ഞാൻ നന്ദുണിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും നന്ദുണി എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ദേവിക്ക് തോറ്റംപാട്ട് എന്നുള്ള സങ്കല്പത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തോറ്റംപാട്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള സങ്കല്പത്തിലാണ് ഈ നന്ദുണി എന്ന സങ്കല്പം ഉണ്ടായിട്ടുള്ളത്. നന്ദുണി സാധാരണ നന്ദുണി പണിയുന്നത് പാല കൊണ്ട് പണിയും, പിന്നെ കുഞ്ഞിക്കൂവളത്തിൻ്റെ മരത്തിലാണത് പണിയുന്നത്. 5 പഞ്ചമുഖം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷം കൊണ്ട് 5 പല്ല് തോറ്റെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 പല്ല്, ഇതാണ് ഈ പല്ല് എന്ന് പറയുന്നത്. 5 പല്ല്, 2 കുരല്, ഇതാണ് കുരല്. മുടി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ മുടി എന്ന് പറയുന്നത് മൂലദേവനായിട്ട് തോറ്റെന്ന് പറയുന്നത്. മൂലദേവൻ രുദ്രാക്ഷം കൊണ്ട് 5 പല്ല്, അന്നയെന്നും അലമ്പയെന്നും 2 ചരട്. ഇതിപ്പോൾ കമ്പിയാണ്, എന്നാലും ചരടാണ് പറഞ്ഞിട്ടുള്ളത്. ഇടത് കൈ കൊണ്ട് പൊത്തി പിടിക്കുക, വലത് കൈ കൊണ്ട് തട്ടി തരി വിടണമെന്നാണ് നന്ദുണിയുടെ മൂലം പറഞ്ഞിട്ടുള്ളത്. ഇടത് കൈ കൊണ്ട് തട്ടുക, ഇടത് കൊണ്ട് പൊത്തി പിടിക്കുക, വലത് കൊണ്ട് തട്ടണം. ഇങ്ങനെയാണ് നന്ദുന. അത് വായന ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് വന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത്രയും നന്ദുണിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ദേവിയുടെ ഭർത്താവ് എന്നുള്ള സങ്കല്പത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ദേവി തന്നെ വിളിക്കുന്നതിന് തോറ്റിട്ടുള്ളത്, സങ്കല്പിച്ചിട്ടുള്ളത്. Hare
പുതിയ തലമുറയ്ക്ക് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളൊക്കെ പഠിച്ചേക്കുന്നത് കൂടെ നടന്നുകൊണ്ട് മാത്രമാണ്. ഇത് എഴുതി ഒരു ഇതില്ല. ഇതിൻ്റെ പറയുന്നത് തോറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിപ്പിക്കുക എന്നുള്ള സങ്കല്പമുള്ളത്. തോറ്റം ജീവപ്പെടുത്തുക. അപ്പോൾ തോറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ പാടി പോറ്റുന്ന സംവിധാനമാണ് അതിനുള്ളത്. അപ്പോൾ ആ തോറ്റത്തിൽ ഇപ്പോൾ ദേവിയിൽ തോന്നാൻ ദേവിക്കൊരു തുടക്കം തൊട്ട് അവസാനം വരെ ഒരു അതുണ്ട്. ഇപ്പോൾ 7 ദിവസത്തെ തോറ്റം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോഴും 41 ദിവസത്തെ തോറ്റം നടത്തുന്നുണ്ട്. 41 ദിവസം തോറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ദേവി ജനനം തൊട്ട് വടക്കും കൊല്ലം പോയിട്ട് അവിടെ കൂടിയിരിക്കുന്നൊരു സ്ഥിതിയുണ്ട്. കൊടുങ്ങല്ലൂർ വന്ന് കൂട്ടിയിരിക്കുന്നത്. ഇതിൽ ഭദ്രകാളി പാട്ടെന്ന് പറഞ്ഞെങ്കിലും ഇതിൽ കണ്ണകി തോറ്റത്തിൻ്റെ ഒരു സങ്കല്പത്തിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ മാമൂലായിട്ട് നമ്മുടെ ഇവിടെ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ പുതിയ പാട്ടുകാരായിട്ടുള്ള കണ്ടമാന ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് വല്ലാണ്ട് അറിയാത്ത ആൾക്കാർ അനവധിയുണ്ട്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾവി അതുപോലെ ചെയ്തുകൊണ്ട് പോരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. പിന്നെ ഇതിൽ ചെയ്യുന്നത് ഇന്നതാണെന്നും അറിയാത്ത ആൾക്കാർ അനവധിയുണ്ട് വന്നു പോയിട്ട്. ക്ഷേത്രത്തിൽ ഇപ്പോൾ തോറ്റം നടക്കുന്നുണ്ട്. അണിഞ്ഞ് തോറ്റണം ഇപ്പോൾ നമ്മളിവിടെ നടത്തുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന അണിഞ്ഞ് തോറ്റണ കാലത്ത് അണിഞ്ഞ് തോറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവതി സങ്കല്പമാണെങ്കിൽ പോലും അത് മറ്റുള്ള ചെറിയ ചെറിയ ജീവികൾക്കുള്ളൊരു ആഹാരം എന്നൊരു സംഭവം കൂടി ഇതിലുണ്ട്. ഈ അണിഞ്ഞ് തോറ്റത്തിന് നമ്മൾ അവർക്ക് കൊടുക്കുന്നതിൽ അതിൽ ദേവി സങ്കല്പത്തോട് ഗുരുതി മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. ഗുരുതി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുതി ചെയ്യുന്നത് ദേവിക്ക് പ്രധാനമായിട്ട്. ഇവിടെ പിന്നെ പഴയ ആചാരം വെച്ചിട്ട് അതിന് മാറ്റമൊന്നും വരുത്തില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോറ്റമ്പാട്ടെന്ന് പറഞ്ഞാൽ സാധാരണ പല സ്ഥലത്ത് നടക്കുന്നതിന് പഴയ തോറ്റം എന്ന് പറഞ്ഞാൽ കാലത്ത് തുടങ്ങും, എന്നിട്ട് ഗുരുതിയോടനുബന്ധിച്ച് അവസാനിപ്പിക്കും. അത് ചിലപ്പോൾ ഗുരുതി ഉണ്ടാവില്ല. അതിൻ്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ കാലത്ത് പറന്നറപ്പ് എന്ന് പറഞ്ഞ ചടങ്ങാണുള്ളത്. രണ്ടാമത്തത് ഉച്ചപൂജ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഴുന്നള്ളിപ്പ് ആയിട്ട് ഉണ്ടാവും. പിന്നെ വെളുപ്പിന് ഒരു എഴുന്നള്ളിപ്പ്. അതിനിടയ്ക്ക് പിന്നെ തായമ്പക അങ്ങനെ കാര്യങ്ങളൊക്കെ അത് വേറെ വരുന്നത്. തോറ്റത്തിനോട് ബന്ധപ്പെട്ട് വരുന്നത് ഇറക്കിപ്പൂജ എന്ന് പറഞ്ഞൊരു പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ദേവിനെ വിളിച്ചു വരുത്തുന്നൊരു സംവിധാനമുണ്ട്. അതോടനുബന്ധിച്ച് ഗുരുതി നടത്താം. ആ ഇറക്കിപ്പൂജയ്ക്ക് എഴുന്നള്ളിച്ചിട്ട് ഗുരുതി നടത്തി അതിനെ പിന്നെ പാടി കുടിവയ്ക്കണം. കുടിവയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു വരുത്തിയ ഒരു ദേവതനെ തിരിച്ച് നമ്മൾ കുടിവയ്ക്കുന്നൊരു സംവിധാനമുണ്ട്. അതാണ് കുടിവയ്പ്പ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ തോറ്റമ്പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ നടക്കുന്നതല്ല പറയുന്നത്. അത് പല ആൾക്കാരും പല തരത്തിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും സൗകര്യാർത്ഥം ചെയ്യുന്ന രീതിക്ക് മാറിക്കൊണ്ടിരിക്കുന്നു.
അടി കത്തിൽ നിന്ന് എന്നെ വിളിച്ചതെന്ന ോ മുട്ടിട്ടുണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ ഇപ്പം നാളെ കുറച്ച് കുട്ടികൾ തോറ്റമ്പാട്ടൊക്കെ ഉണ്ട്. അതൊരല്പം മാത്രമാണ് ചെയ്യുന്നത്. അതിപ്പോൾ അതിൻ്റെ പരിപൂർണ്ണതയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങ് കാര്യങ്ങളായിട്ടല്ല, അത് വേറൊരു തരത്തിൽ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രം. ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെയുള്ള പാട്ടുകൾ നമ്മുടെ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് വാങ്ങിച്ചിട്ട് അവരത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതാർക്കും ചെയ്യാൻ പാടില്ലെന്നൊന്നും പറഞ്ഞില്ല. പക്ഷത്തിൽ ദേവി സങ്കല്പിച്ച് അതിന് കുറച്ച് ഞാൻ വേലൻ പെരുമണ്ണാനാണ് ഞാൻ. അപ്പോൾ എനിക്കിതിന് അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അധികാരം ഉണ്ടാവും. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പ്രത്യേക അധികാരമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരണ്ട് ഇത് ചെയ്യാനുള്ളൊരു അധികാരം തന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും അധികാരമില്ല. ഇപ്പോൾ പല വിഭാഗത്തിലുള്ള ആൾക്കാർ ഇത് നടത്തുന്നുണ്ട്. ഇത് നടത്തുന്ന അവർക്ക് അധികാരമില്ല, ചെയ്യാനുള്ള അധികാരമില്ല. അവരിപ്പോൾ കൂടെ നിൽക്കാം, അതിന് കുഴപ്പമില്ല. ഇപ്പോൾ കൂടെ നിൽക്കുന്നത് ഇതില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാന ചുമതല അത് വേലൻ പെരുമണ്ണാൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഇപ്പം അങ്ങനെയൊന്നല്ലാന്ന്. അതെ, അല്ല ഞങ്ങൾക്ക് നമുക്കൊരു വരം തന്നിട്ടുണ്ട്. അപ്പോൾ വരത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനുള്ളത് ഞാനെപ്പോൾ വിളിച്ചാലും അവർ വരാമെന്നുള്ള കാര്യം നമുക്ക് ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ആർക്കതില്ല. അപ്പോൾ ഈ വേലൻ പെരുമണ്ണാൻ മാത്രമേ അതുള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരിപ്പോൾ നമ്മുടെ കൂടെ നടന്നു അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ കൂടെ നടന്നാൽ അവർക്ക് ചെയ്യാം, എനിക്ക് ചെയ്താൽ കുഴപ്പം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കതിന് പരാതിയൊന്നുമല്ല, ഞാൻ പറഞ്ഞത് മാത്രം. അത് ചെയ്യാനുള്ള അധികാരം അവർക്കില്ലെങ്കിലും അവരിപ്പോൾ ഇതിന് സാമ്പത്തിക സ്രോതസ് നോക്കും ചിലപ്പോൾ. അപ്പോൾ സാമ്പത്തികമായിട്ട് അവരത് മാത്രം നോക്കണുള്ളൂ. ഇതിൻ്റെ അധികാരം എന്താണ്, അവർക്ക് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യം അവർ ആലോചിക്കില്ല. അപ്പോൾ ചോദിക്കുക എന്താ ചെയ്യാൻ പാടില്ലെന്ന്. പാടില്ലെന്ന് പറഞ്ഞാൽ വരം എന്ന് പറയുന്നത് അത് എന്നേക്ക് നിൽക്കുന്നതാണ്. കൂലി എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കുള്ളൂ. ഇന്ന് കൂലി തന്നാൽ അത് കഴിഞ്ഞു. വരം എന്ന് പറഞ്ഞാൽ അത് ദേവി ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ദേവി ചോദിക്കണേ നിനക്ക് വരം വേണോ അല്ലെങ്കിൽ നിനക്ക് കൂലി വേണോ എന്ന്. അപ്പോൾ പറഞ്ഞു എനിക്ക് കൂലി വേണ്ട, കൂലി ഇന്നത്തേക്കുള്ളൂ, വരം എന്നും നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ദേവിനെ നമ്മൾ തോറ്റുന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് വരം തന്നിട്ടുള്ളത്. ദേവിനെ തോറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയുടെ ഭർത്താവിനെ കോകിലെന്ന് പറയുന്ന കോവാലെന്നും വിളിക്കും, കോകിലെന്ന് വിളിക്കും. അതിനെ വടക്കൻ കൊല്ലത്ത് വെച്ച് ഇങ്ങനെ കുന്നുകളയുന്നൊരു രീതിയുണ്ട്. കുന്നെന്ന് വെച്ചാൽ കഴുകേറ്റി കൊല്ലണം. അപ്പോൾ ദേവി ഈ ശരീരത്തെ ഇത് എടുത്തിട്ട് വീണ്ടും ജീവപ്പെടുത്തുന്ന ഒരു ചെയ്യുന്നത്. അത് ജീവപ്പെടുത്തുന്നത് വേലനാണ്. വേലന ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അത് ആ ഒരു സംവിധാനത്തിൽ ഞങ്ങൾക്ക് ഈ അധികാരത്തിൽ തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ ദേവിയുടെ ഭർത്താവ്, ദേവിക്ക് ഇത്ര ശക്തി ഉണ്ടെങ്കിലും അതിനെ തോറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമ്മളിവിടെ കളത്തിനെടുക്കുന്ന കോൽത്തിരി അഴലൊക്കെ ഉണ്ടല്ല, ഈ സംവിധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ല് അല്ലെങ്കിൽ ഞരമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുള്ളത്. അതിന് ജീവൻ്റെ ഇതുണ്ട് അതിന്. അപ്പോൾ അത് തോറ്റാണ് നമ്മൾ. അത് തോറ്റി കൊടുക്കണം. തോറ്റ് കൊടുക്കുമ്പോൾ ജീവൻ വരുന്ന നേരത്ത് നമ്മളോട് മാറി നിൽക്കാൻ പറയുന്ന സ്ഥിതിൻ്റെ അതിൻ്റെ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ദേവി പറയുന്നത്, അതായത് വേലൻ തോറ്റിയ ഭർത്താവ് എന്ന് പറഞ്ഞ സ്ഥിതി വരില്ല. അപ്പോൾ അത് ദേവിക്കൊരു വിഷമം തോന്നുന്നില്ല. അപ്പോൾ ജീവപ്പെടുത്തുന്നത് ദേവി. ബാക്കി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത് നമ്മളാണ്. അതായത് നമ്മൾ അന്നത്തെ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ. അപ്പോൾ അതുകൊണ്ട് ദേവി നമുക്കൊരു വരം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് എൻ്റെ നാമം നിങ്ങൾ ചൊല്ലി തന്നോളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നത് തരുന്നുണ്ട്. അപ്പോൾ വരം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ കൂലിയല്ല. അതുകൊണ്ടാണ് തോറ്റമ്പാട്ട് ഈ വേലൻ പെരുമണ്ണാനുള്ള സംവിധാനത്തിലുള്ള ആൾക്കാർക്ക് മാത്രമായത്. വേറെ ഇപ്പോൾ ഇതല്ലാതെ തോറ്റമ്പാട്ടിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞത് കളമെഴുത്ത് പാട്ടും അങ്ങനെ തന്നെയാണ്.
പോലെ എന്ന് പറഞ്ഞാൽ അതിനും അങ്ങനെ തന്നെ. അതായത് ഇത് ഞങ്ങൾക്കൊരു അധികാരം ഉണ്ട്, അത് വെച്ചിട്ട് വേറെ ആരും ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ അവരാണ് ആലോചിക്കേണ്ടത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യണോ എന്ന്. അവർ ചെയ്യണ്ടെന്ന് പറയില്ല, അവർ കൂടെ വെക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഈ നല്ല ചുമതല അവർക്കില്ല എന്ന്. മകം പിറന്നിന മയ്യലോടെ നല്ലേ പൂ പുലർന്നിന പുലർകാലേ അമരവർഷത്ത് പഞ്ചമി രാശി മുഹൂർത്തം കൊള്ളുമ്പോ 600,000 61,000 കല്യാണക്കാര് മാനുഷര് മാല വയ്ക്കും മനക്കോല പന്തലിൽ അരയിരുന്നല്ലോ. പിന്നെ പഴയ കാലത്തെ തോറ്റം പാട്ട് എന്നുള്ളത് സംവിധാനമല്ല ഇപ്പോൾ അതൊരു എന്താ പറയുക, ഒരു സിനിമ പാട്ട് പോലെ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഒക്കെ അങ്ങനെ മാറുന്ന സ്ഥിതി പോയിട്ടുണ്ട്. തോറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിക്കല്ല ചെയ്യുന്നത്. ഇപ്പോൾ കളം വരയ്ക്കുന്നത് ഭംഗിക്കല്ല കളം വരയ്ക്കുന്നത്. അതിന് പ്രത്യേക ശക്തി ഉണ്ട്. അതെല്ലാം ചേരുമ്പോൾ ഒരു ശക്തി ഉണ്ട്. ആ ശക്തിനെ ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഭംഗി അതിൽ പ്രധാനമല്ല. ദേവതേനെ കാണാൻ ഇന്നത്തെ തലമുറകൾക്ക് എന്നതിന് ഭംഗിയാണ് അവർ നോക്കുന്നത്. അതിനിപ്പോൾ കളത്തിനായാലും ഞാൻ ചെയ്യുന്നത് പഞ്ചവർണ്ണം മാത്രമാണ്, പഞ്ചവർണ്ണം ചെയ്യുന്നുള്ളൂ. അതിന് ഭംഗിയല്ല പ്രധാനം, അതിന് പ്രത്യേക ശക്തി ഉണ്ട്. ഇപ്പോൾ അരിപ്പൊടി ഉണ്ട്, ഉമിക്കരി ഉണ്ട്, പിന്നെ വാഗപ്പച്ച, ഞങ്ങൾ വാഗപ്പച്ച ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ആ പൊടികൾക്ക് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി കൂടുമ്പോൾ അതിന് പ്രത്യേക ശക്തി വേറെ വരുന്നത്. അപ്പോൾ ദേവതയ്ക്ക് ശക്തി മാത്രമല്ല, അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്നു. ആ ശക്തി പ്രദാനം ചെയ്യും. ആ പ്രദാനം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഒരു എനർജി കിട്ടുന്നു. ഒരാൾക്കൊരു എനർജി കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഒരു ആലിൻ്റെ കടയ്ക്ക് ചെന്നിരിക്കാൻ പറയില്ലേ, ആലിൻ്റെ ഓക്സിജൻ കിട്ടുന്നത് എന്നതുപോലെ കളത്തിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രാദേശിക തലം വല്ലാണ്ട് പോകണില്ല. അത്രയ്ക്ക് വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ശക്തി അവർക്ക് കിട്ടും. അവർക്ക് മനസ്സുഖം ഉണ്ടാവും, ശരീരസുഖം ഉണ്ടാവും, രോഗങ്ങൾ വരും. ഇപ്പോൾ പണ്ടൊക്കെ കളത്തിന് ഈ ദേവിയുടെ കളയൊക്കെ ദേവി പള്ളിവാൾ കൊണ്ട് കടമത്തിന് ഒരൽപ്പം ദിവസത്തിൽ കൊടുക്കും നമുക്ക്. അത് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരെ മാറ്റാനുള്ള കഴിവുണ്ടെന്ന്. ഈ സാധാരണ അതായത് പഞ്ചവർണ്ണത്തിൻ്റെ പൊടിക്കില്ല, എല്ലാ പൊടിക്കല്ല, അതിന് ഗിൽറ്റ് കൊണ്ട് കിട്ടണ വൈദ്യം തന്നെ തോക്കിട്ട് വരും. അപ്പോൾ അത് ആളുകൾ വല്ലാതെ ചിന്തിക്കില്ല. അവർക്ക് കാണാൻ ഭംഗി കൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ പെരുങ്ങോട്ടുകാർ ആ ഭാഗങ്ങളിലൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ ഗിൽറ്റ് അതൊക്കെ അങ്ങനെ അതൊക്കെ ഇടക്കാലം വെച്ച് വന്നതാണ്. പക്ഷെ അത് പിന്നെ പോകണില്ല. ഇടക്കാലം ആദ്യമൊന്നും ഈ പഞ്ചവർണ്ണം തന്നെ ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത് ഇടക്കാലം വെച്ച് പുതിയ ഓരോ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ വന്നിട്ട് രണ്ടാമത് അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഞങ്ങൾ മാറ്റങ്ങൾ വന്നിട്ട് വീണ്ടും അത് തിരിച്ചെടുത്തു. അത് വേണ്ട എന്നുള്ള അഭിപ്രായത്തിലാണ് ഞങ്ങൾ വന്നത്. അവരോടൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നതിന് സാമ്പത്തികം ഞങ്ങൾ ചെയ്യുന്ന ഭംഗി മാത്രം ഉണ്ടെങ്കിലുള്ള ഞങ്ങൾക്ക് സാമ്പത്തികം വേദനയൊക്കെ കിട്ടുമെന്നുള്ള രീതിയിലേക്ക് അവർ മാറി. അപ്പോൾ അവർക്ക് ഒരിക്കലും അതിനെ ഒഴിവാക്കാൻ പറ്റണ്ടായി. ഞങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ചെയ്യാം.
കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.